ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അത് ജീവിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പെന്തക്കോസ്ത് തിരുനാൾ ഒരുക്കമായിട്ടുള്ള ഈ കൺവെൻഷൻ നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം ഈ വചനത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഇതേ അഭിഷേകം, ആദ്യ സഭയിലേക്ക് ചൊരിയപ്പെട്ട ആ അനൂപിയുടെ അഭിഷേകം സംഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. കൈകളടിച്ച് പാടാം. അഭിഷേകം അഭിഷേകം സന്തോഷത്തോടെ നല്ല ഹാപ്പി. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി. റൂഹായേകം ആഗതനാകണമേ, റൂഹായേകം ആഗതനാകണമേ. ഇത് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. സ്തുതിക്കുന്നു, ആരാധന ആരാധന, സ്തുതിക്കുന്നു, സ്തുതി ആരാധന. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന, സ്തുതിക്കുന്നു, 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 സ്തുതി ആരാധന, ഹല്ലേലൂയ ആരാധന. കൈകളടിച്ച് ശക്തിയോടെ എല്ലാവരും ചേർന്ന് അഭിഷേകം അഭിഷേകം. ജീസസ് ജീസസ്. അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക, വചനത്തിൻ വിത്തുമുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക, വചനത്തിൻ വിത്തുമുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. ദൈവശക്തിയാം വരങ്ങളും ദൈവ സ്വഭാവമാം ഫലങ്ങളും, ദൈവശക്തിയാം വരങ്ങളും ദൈവ സ്വഭാവമാം ഫലങ്ങളും, ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ഇത് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പ്രിയപുത്രനെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും അഭിഷേകങ്ങളും വർഷിക്കണം. സഭ മുഴുവന്റെ മേലും ഓരോ കുടുംബത്തിലേക്ക് തകർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, വേദനിച്ചിരിക്കുന്ന മക്കളിലേക്ക്, മുറിവേറ്റ മക്കൾ രോഗികളിലേക്ക്
വിശ്വാസ തകർച്ചയിലേക്ക് പാപത്താൽ അന്ധകാരം മൂടിയ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന പ്രകാശത്തെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന നിത്യപ്രകാശത്തെ വർഷിക്കണമേ. ആദ്യ സഭയിലേക്ക് ചെറിയപ്പെട്ട അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ തന്നെ ഞങ്ങളുടെ മേൽ ഇന്ന് ഈ നിമിഷത്തിൽ വർഷിക്കണമേ. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. ഞങ്ങൾ അടിച്ചു പാടാം. അഭിഷേകം, അഭിഷേകം. കൈകളടിച്ച് പാടിയ അഭിഷേകത്തോടെ. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ദൈവശക്തിയാം വരങ്ങളും ദൈവ സ്വഭാവമാം ഫലങ്ങളും. ദൈവശക്തിയാം വരങ്ങളും ദൈവ സ്വഭാവമാം ഫലങ്ങളും. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ഇത് പുതിയൊരു പന്തക്കസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പന്തക്കസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തൻ ഉണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തൻ ഉണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ അപ്പാ പിതാവേ ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാർ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ട്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. സൗൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനിക്കുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹായ്ക്ക് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ കണ്ടുകൂട്ടുക. പരിശുദ്ധാത്മാവ് പല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റുമേ. സഭയെ പീഡിപ്പിക്കുന്ന സൗൾ പൗലോസ് കുതിരപ്പുറത്ത് കയറി അവൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ബന്ധനസ്ഥരാക്കി ജയിലിലടയ്ക്കാനുള്ള അധികാരമൊക്കെ മേടിക്കേണ്ടിടത്തുനിന്നൊക്കെ മേടിച്ച് ഉന്നത സ്ഥലങ്ങളിലൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് വെച്ചാണ് ഉന്നതത്തിൽ നിന്ന് വചനം പറയുക. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചു. പെട്ടെന്ന് ആകാശത്തൊരു മിന്നലൂളി അവൻ്റെ മേൽ പതിച്ച്.
ഒരു അഗ്നിനാളം അവൻ്റെ മേൽ പതിച്ചു, ഒരു മിന്നലോളി അവൻ്റെ മേൽ പതിച്ചു. അതാണ് പരിശുദ്ധാത്മ പതിച്ചു അവൻ്റെ മേൽ. അവൻ നിലം പതിച്ചു. കണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പതിക്കുമ്പോൾ നമ്മൾ നിലം പതിക്കുന്നത്, നമ്മളെ പല ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത് പരിശുദ്ധാത്മ വരുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ കെട്ടുകൾ അഴിയുന്നത്, പാപത്തിൻ്റെ രോഗത്തിൻ്റെ അശുദ്ധിയൊക്കെ വിട്ടുപോയി. പരിശുദ്ധാത്മാവാകുന്ന മിന്നലോളി പതിക്കുമ്പോൾ നമ്മൾ നിലം പതിക്കുന്നു. പൗലോസ് നിലം പതിച്ചു, സൗൾ നിലം പതിച്ചു. അത് പ്രാർത്ഥിക്കണം, ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഈ മിന്നലുള്ളി നമുക്ക് ലഭിക്കണം, നമ്മുടെ മേൽ പതിക്കട്ടെ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ എല്ലാവരുടെ മേൽ ഇത് പതിക്കട്ടെ. പതിക്കുമ്പോഴാ ആ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവുന്ന ഒരു സംഭവം, ദൈവ പരിശുദ്ധത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ്, ആ അരൂപിയുടെ ശക്തി, ആ പ്രകാശം അവൻ്റെ തലയിലേക്ക് വന്ന് പതിക്കുമ്പോൾ, മിന്നലുള്ളി പതിച്ചപ്പോൾ അവൻ നിലം പതിച്ചു. അതാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും കാണാൻ പറ്റും. ചില ആളുകൾ നിലം പതിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ ബന്ധനങ്ങളൊക്കെ പൈശാചിക ശക്തികൾ അലറിക്കൊണ്ട് അവിടുന്ന് വിട്ടുപോകും. കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പതിക്കണം. പതിക്കുമ്പോഴാണ്, അല്ലാതെ വേറെ എന്തും കൊണ്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ശക്തി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ദൈവശക്തി അവനിലേക്ക് ഒഴുകിയപ്പോൾ ഒരു നിമിഷം തന്നെ, ആ നിമിഷം അവൻ്റെ കെട്ടുപൊട്ടി, ചങ്ങല പൊട്ടി, അവൻ്റെ ബന്ധനം ഒഴിഞ്ഞു, കുതിരപ്പുറത്തുനിന്ന് അവൻ താഴെ വീണു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സൗൾ സൗൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? ഈശോ അവനെ വിളിക്കുന്നു, സൗൾ സൗൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? സ്വരം കേട്ടു. ഈ സ്വരം കേൾക്കാൻ കാരണം പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ശരിക്കും എല്ലാ ദിവസവും ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. എന്നെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമുണ്ട്. അതേ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ ഒരു മിന്നലുള്ളി, ഈ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം നിന്റെ ശിരസിലേക്ക് പതിയണം, വീഴണം. അപ്പോഴേ കണ്ണു തുറക്കപ്പെടുകയുള്ളൂ. അപ്പോഴാണ് അവിടെ അത്ഭുതം ഉണ്ടാകുക. അപ്പോഴാണ് അവന് ദൈവസ്വരം, അപ്പോഴാണ് ദൈവവചനം കേൾക്കാൻ പറ്റുക. പരിശുദ്ധമായ സഹായം ഇല്ലാതെ പറ്റില്ല നമുക്കിത്, ഒന്നും സാധ്യമല്ല. ഈശോ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ 15:5 വചനം, എന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. വീണ്ടും നമുക്കറിയാം, ഈശോ യോഹന്നാൻ സുവിശേഷം 16 13, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ സംശയങ്ങളും, നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് വീഴണം, നിങ്ങളിലേക്ക് വന്ന് നിറയപ്പെടണം. യോഹന്നാൻ 14:26, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അനൂപിയുടെ ആ പ്രവർത്തനം വരുമ്പോൾ എല്ലാ കാര്യവും പഠിപ്പിക്കും. ഈശോ ആരാണെന്നൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സംശയം കൊണ്ട് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് കാണാൻ പറ്റും. മൂടപ്പെട്ടിരിക്കും, ബന്ധനത്തിൽ നമ്മൾ മൂടപ്പെട്ടു പോകും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 24 അധ്യായത്തിൽ നമുക്ക് കാണാം 30, 31, 32 വചനം. അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ്, കുർബാനയിലൂടെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഒഴുകപ്പെട്ടപ്പോൾ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവരുടെ മുമ്പിൽ നിന്ന് പ്രത്യക്ഷനാവുന്നു എല്ലാം കണ്ടു അവർ. കാരണം വെച്ചാൽ ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ്? ലൂക്കാ 24:16, അവനെ തിരിച്ചറിയാൻ കഴിയാത്തതും അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകളും മൂടപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവില്ലാത്തവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ദൈവവചനം പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. 2 കൊരിന്തോസിൻ്റെ 3 12 മുതൽ 15 വരെ വചനങ്ങൾ. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കടുപ്പമേറിയതാണ്. മൂടുപടത്തിന് മനസ്സ് കടുപ്പമാണ്. പലരുടെയും മനസ്സ് കടുപ്പമുള്ളവരാണ്. അവർക്ക് വചനം കേട്ടിട്ട് അവർക്ക് അവരുടെ പരിശുദ്ധാത്മാവിനെ അഭിഷേകം സ്വന്തമാക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അവർക്ക് മൂടുപടമുണ്ട്. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് ആ മൂടുപടം നീക്കപ്പെടുന്നത്. ഇവിടെ കാണാൻ പറ്റും, പൗലോസ്ലിഹയിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ താഴേക്ക് വീഴുകയാണ്. അവൻ്റെ തല പതിച്ചപ്പോൾ അവൻ നിലം പതിച്ചു. അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ മാറി. അവന് ടോട്ടൽ കൺവേർഷനാണ്, മാനസാന്തരം. കണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അവിടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ സഭ ഈ നാളുകൾ ഏറ്റവും കൂടുതൽ ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഒരു പുതിയൊരു ബന്ധുക്കുസ്ത അനുഭവം ഉണ്ടാകാൻ, വീണ്ടൊരു പരിശുദ്ധാത്മാവിൻ്റെ വർഷം ഉണ്ടാകാൻ,
വീണ്ടും ഒരു ആദ്യ പെന്തക്കോസ്ത അനുഭവം നമ്മുടെ ഓരോ വ്യക്തിയിലും കുടുംബത്തിൽ ഉണ്ടായാൽ മതി. എല്ലാ ബന്ധനം കഴിയും. ഇപ്പോൾ അസ്വസ്ഥതകളും പൈശാചിക പീഡകളും ഒന്നും ദൈവസ്വരവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവം പറയുമ്പോൾ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ദൈവം കരഞ്ഞു പറഞ്ഞാലും കേൾക്കാൻ പറ്റും. കറച്ചാൽ മൂടപ്പെട്ട് കഴിയുക, മനസ്സ് കഠിനമായിട്ട് കഴിയുക, അതിൻ്റെ ബന്ധനത്തിലാണ്. വീണ്ടും വചനം പറയാം, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക, നീ എന്താണ് ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അത് ശരിക്കും അവനോടൊരു വ്യക്തിയായി ഈശോ സംസാരിക്കുന്നു. അവൻ കേൾക്കുന്ന ഈശോ അവനെ കൈപിടിച്ച് നടത്തുന്നു. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴാണ് ഈശോയെ നമുക്കൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുക. ഈശോ ദൈവമാണെന്ന് ഈശോയെ തിരിച്ചറിയാൻ പറ്റുക. അല്ല, ഒരിക്കലും അത് പറ്റില്ല. പരിശുദ്ധാത്മ നിറഞ്ഞില്ലെങ്കിൽ അതൊരു ഒരു അനുഭവം, ഒരു വ്യക്തി അനുഭവം. ഈശോ എന്ന ഒരു വ്യക്തിത്വം, ഈശോ ദൈവപുത്രനായ ഈശോയെ തിരിച്ചറിയാനും ആ സ്വരം തിരിച്ചറിഞ്ഞ് പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ പൗലോസ്ലീഹായുടെ മേൽ വീണ ഒരു അഗ്നി, ഒരു പരിശുദ്ധാത്മാവ് മെന്നലോളി അത് നിൻ്റെ മേലൊന്ന് പതിയാൻ വേണ്ടി ആഗ്രഹിക്കണം. അപ്പോഴാണ് നമ്മളിലെ അഹംഭാവം, ഞാനെന്ന് ഒക്കെ വിട്ടുപോക്കോളൂ, എല്ലാം മാറിയിട്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ കൺട്രോൾ. ആ നിമിഷം തൊട്ടാണ് അവൻ ഈശോയുടെ കൺട്രോളിലായില്ലേ. ഈശോ അവനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവൻ അവിടെ പറയുന്നുണ്ട്, അടുത്ത വചനം, അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാകിയാൽ സ്തബ്ധരായി. സ്വരം എല്ലാവർക്കും സ്വരങ്ങൾ കേൾക്കും, പക്ഷേ എന്താ പറയുക ഒന്നും തിരിച്ചറിയും. കാരണം പരിശുദ്ധം അവർക്ക് കിട്ടിയിട്ടില്ല, അവരുടെ മേൽ മിന്നലുള്ളൂ വീണിട്ടില്ല, പരിശുദ്ധമായ അഗ്നി പെയ്തിട്ടില്ല. അത്രയും പേരുടെ പൗലോസ്ലീഹായുടെ മേൽ മാത്രമാണ് സ്വർഗത്തിൽ നിന്നുള്ള ഉന്നതത്തിൽ നിന്നുള്ള ഒരു അഗ്നി, ആകാശത്തു നിന്നൊരു അഗ്നി വന്നിട്ട് വീഴുന്ന പൗലോസ്ലീഹായുടെ മേൽ മാത്രം. അതുകൊണ്ട് അവന് മാത്രമേ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുള്ളൂ. കൂടെയുള്ളവർക്കൊന്നും പറ്റുന്നില്ല. അത് ആർക്കും കാണാൻ എന്തോ സ്വരം കേട്ടു, പക്ഷേ ഒന്നും പിടികിട്ടില്ല. കൊടുങ്കാറ്റിൻ്റെ ആരവം കേൾക്കുന്നുണ്ട്, സ്തുതിപ്പും ഹല്ലേലൂയൊക്കെ നമ്മൾ പാടുകയും പാടുന്നതൊക്കെ കേൾക്കാൻ പറ്റും, പക്ഷേ കേൾക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ കേൾക്കാൻ പറ്റുന്നു ബാഹ്യമായ ശബ്ദങ്ങൾ, പക്ഷേ ആത്മാവിൻ്റെ സ്വരങ്ങൾ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അത് കേൾക്കാനും കാണാനും പറ്റുകയാണ്. സൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു, അവൻ എഴുന്നേൽക്കുന്നു. ഒരു ജീവിത എഴുന്നേൽക്ക്, മനസ്സാന്തരം ഉണ്ടാകുക, വലിയ ചേഞ്ച് ഉണ്ടാകുകയാണ്. പഴയ ജീവിത രീതി അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ആ പഴയ എഫെസസ് 4:22-21 പഴയ ജീവിത രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതമായ പഴയ മനുഷ്യനൊക്കെ പോവുകയാണ്. അവൻ്റെ പഴയ മനുഷ്യന്മാർ പുതിയ മനുഷ്യൻ ജനിക്കും. ഒറ്റ നിമിഷം മതി, ഈ ഒറ്റ മിന്നലുള്ള ഒരു സെക്കൻഡ് എൻ്റെ മക്കളെ നമുക്കൊന്ന് കിട്ടിയാൽ മതി, നമ്മുടെ മേലൊന്ന് പെയ്തു വീണാൽ മതി. നമ്മുടെ മാനസാന്തരം ഉറപ്പാണ്. നമ്മൾ വീണ്ടും ജനനം സംഭവിക്കുകയാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുകയാണ്. ആ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ മൂട്ടുപടം, അസ്വസ്ഥത, കോപം, ദേഷ്യം, പക, വൈരാഗ്യം, ജഡികാസക്തി, നിരാശ ഒക്കെ നമ്മളെ ബന്ധിക്കുന്നതിൻ്റെ കാരണം അനോയിന്റിങ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചോർന്നു പോകുന്നു, അല്ലെങ്കിൽ അത് കുറയുന്നു, അമ്മനിലൂടെ കിട്ടുന്നില്ല. കൂടെയുള്ളവർ ആരും കണ്ടില്ല, പൗലോസ്ലീഹ മാത്രം. ഒരു പക്ഷേ കൂടെ പലരും കാണും, സഹോദരങ്ങളും കൂടെയുള്ള ആളുകളൊക്കെ കാണുവേ, പക്ഷെ ആർക്കും കാണാൻ പറ്റുന്നില്ല, പൗലോസ്ലീഹ മാത്രം. പക്ഷേ മറ്റുള്ളൊരു അവിടെ വചനമുണ്ട്, സൗൽ നിലത്ത് നിരന്നിട്ടു, കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും അവന് കാണാൻ പറ്റുന്നില്ല. ആ പ്രകാശം, ദൈവത്തിൻ്റെ പ്രകാശം അവൻ്റെ കണ്ണുകളെ, ബാഹ്യ കണ്ണുകളെ അടച്ചു കളഞ്ഞു. അവൻ്റെ ആന്തരിക കണ്ണുകളെ തുറന്നു. ബാഹ്യ ചെവികളൊക്കെ അടഞ്ഞിട്ടുണ്ടാകാം, ഉള്ളു തുറന്നു. ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ആത്മാവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ബാഹ്യ കണ്ണുകൾ അടയ്ക്കപ്പെട്ടു. ശരിക്കും പരിശുദ്ധാത്മ അറിയുമ്പോൾ നമ്മുടെ ബാഹ്യ കണ്ണുകൾ നമ്മൾ അതിന് നിയന്ത്രിക്കാൻ പറ്റുകയാണ്. ആവശ്യമില്ലാത്ത വഴികളോടൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങ് അടച്ചുവിടും. കുറേ വാതിൽ അടയും, ലോകത്തിൻ്റെ വാതിലൊക്കെ അടഞ്ഞു പോവുക. കണ്ണുകൾ അടഞ്ഞു പോയി, പക്ഷെ ഉള്ളു തുറന്നു, കാഴ്ച കിട്ടി, ഉൾക്കാഴ്ച. അതാണ് വേണ്ട. പരിശുദ്ധാത്മാവ് തരുന്നത് ആന്തരികമായ ദൈവികമായ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അവിടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ആ രൂപ കിട്ടാൻ നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കണം. നമുക്കൊന്ന് ശരിക്കൊന്ന് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം, ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്വം നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ദൈവമേ, ഉന്നതത്വം നിന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം, അങ്ങയുടെ പദ്ധതി അറിയില്ല. നമ്മളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ശരിക്കുള്ള പ്രവചനം അല്ലെങ്കിൽ ദർശനങ്ങൾ കാണാൻ പറ്റുള്ളൂ. അതാണ് സംഭവിക്കേണ്ടത്. ഇവിടെ പൗലോസ്ലീഹായ്ക്ക്
പൗലോസ് ഉള്ളു തുറന്നിരിക്കുകയാണ്, പക്ഷേ ബാക്കി കണ്ണുകൾ അടയ്ക്കും. അതാണ് ശരിക്കും നമ്മൾ പരിശുദ്ധം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സംസാരമൊക്കെ നിയന്ത്രിക്കപ്പെടും, കണ്ണുകളൊക്കെ നിയന്ത്രിക്കപ്പെടും. ലോകത്തിലേക്ക് വേണ്ടൊന്നും വേണ്ട എല്ലാം തിരിച്ചറിയും, എല്ലാം കേൾക്കാൻ പോകില്ല, എല്ലാം കാണാൻ പോകില്ല. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അതെ, പരിശുദ്ധാത്മാവ് നിറയുന്നവന് ഉപവാസം എടുക്കാൻ പറ്റുമേ. ഉപവാസമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ ഈശോ മരുഭൂമിയിലോട്ട് പോയി 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുമ്പോൾ കാരണം പരിശുദ്ധാത്മാവാണ് അവനെ നയിക്കുന്നത്. ആത്മാവ് നിറയുന്നവർക്ക് ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ബേർഡനല്ല. പലർക്കും ഇത് പറ്റുന്നില്ല. അതിന് കാരണം പരിശുദ്ധമില്ലാതെ ഇത് ചുമക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. ദൈവരാജ്യ ശുശ്രൂഷയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഭാരമാണ്. കാരണം പരിശുദ്ധമില്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭാരമാണ്. പക്ഷെ അല്ലെങ്കിലോ പരിശുദ്ധം നിറഞ്ഞാൽ ഇതൊരു ആനന്ദമാണ്, ഒരു ആഹ്ലാദമാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ കാരണം നയിക്കുന്നത് പരിശുദ്ധമാണ്. അപ്പം അതിനുശേഷം കാണാം, അപ്പോൾ ഉന്നതത്തു നിന്നുള്ളൊരു വിളി, ദൈവ വിളി കിട്ടുന്നു. അതാണ് അവന് കിട്ടുക. ആദ്യം ദൈവ വിളി കിട്ടി, രണ്ടാമത് സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒന്നാമത് പരിശുദ്ധാത്മാവ് ഒന്നാമത്തെ അനോയിന്റിങ് അവിടെ നടക്കുന്നുണ്ട്. മിന്നലോളി വന്ന് അവൻ്റെ മേൽ പതിക്കുന്നു. രണ്ടാമത്തേത് കണ്ടുമുട്ടുന്നത് നമുക്കറിയാം, വചനത്തിൽ പറയുന്നത് പോലെ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെ വചനങ്ങൾ. അനന്യാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ദർശനമുണ്ടായി. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, വളരെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ചരിത്രമൊക്കെ അറിഞ്ഞുകൂടെ. അനന്യാസ് പറയുന്നുണ്ട്, അനന്യാസിൻ്റെ കർത്താവ് വിളിച്ച് എഴുന്നേപ്പിച്ച് പറയുന്നുണ്ട്, പോയി സൗളിനെ അഭിഷേകം ചെയ്ത് പൗലോസാക്കി മാറ്റുക. പേര് തന്നെ മാറിപ്പോകാൻ പോവാണ്, ജീവിതം തന്നെ മാറാൻ പോവാണ്. അപ്പോൾ അനന്യാസ്, കർത്താവേ, അവൻ പ്രശ്നക്കാരനാണ്, അവൻ്റെ ചരിത്രം അറിയണം. പറയും, ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്, മുഴുവൻ മനുഷ്യ ബുദ്ധിയാണ്. പരിശുദ്ധം നിറയുമ്പോൾ എത്ര കഠിന ഹൃദയനും മനസ്സാന്തരപ്പെടുന്നു, അവൻ മാറുന്നു, അവൻ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നു, സുസാക്ഷിയായിട്ട് മാറുന്നു. പൗലോസിനെ കുറിച്ച് അനന്യാസ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഗത പ്രമുഖന്മാരെന്ന് അവൻ സമ്പാദിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രശ്നക്കാരനാണ് അവൻ. കർത്താവ് അവനോട് പറഞ്ഞു, അനന്യാസ്, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അവനെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കുന്നവനെ കിട്ടുന്ന അഭിഷേകം കൊടുക്കുന്ന ഈ ഉന്നതമായ അനോയിന്റിങ് ആണ്. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. നോക്കിയേ, യേശുയ്ക്ക് വേണ്ടി ഒരിക്കലും അവൻ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് പറയും, ഇനി അവൻ ക്രിസ്തുവിന് വേണ്ടി എത്ര സഹനം എടുത്തോളും. കാരണം അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ അവന് സഹനം അവന് മടുത്തു പോകില്ല. ഒന്ന് കുറേ 40 അടി വീതം കൊള്ളുന്നു, പലതവണ മരണവക്രത്തിൽ അകപ്പെടുന്നു, കപ്പൽ അപകടം ഉണ്ടാകുന്നു, സ്വന്തക്കാരെന്നും ബന്ധുക്കുന്നു, യഹൂദരെന്നും എല്ലായിടത്തും പീഡനം ഉണ്ടാകുന്നു. പക്ഷെ അവൻ പുറകോട്ട് പോകാൻ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം അവൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവന് സഹനത്തിൻ്റെ വഴിയിലൂടെയും അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഭയം കൂടാതെ സാക്ഷ്യം വഹിക്കുക. കാരണം അരൂപിയാണ് നയിക്കുന്നത്, അരൂപി അവന് നിറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടത് ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അഭിഷേകം. അത് 10 മടങ്ങായിട്ട് നമ്മളിലേക്ക് ഈ സമയം ഒഴുകാൻ നമുക്കൊന്ന് ആഗ്രഹിക്കണം, തീവ്രമായിട്ട് ആഗ്രഹിക്കണം. അല്പസ്വല്പ ആഗ്രഹം പോരത്. യോഹന്നാൻ 7:37, 38, 39 വചനം പറഞ്ഞു, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. എല്ലാം വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വിശുദ്ധയിലേക്ക് അത് പ്രസ്താവിക്കുന്നു, ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. യേശുവിൽ നിന്നാണ് ആ ജീവജലം കിട്ടാൻ പോവുക. യേശു ദാഹിക്കാൻ പറയുക. നമ്മൾ വേറൊന്നും ചോദിക്കണ്ട, പരിശുദ്ധാത്മാവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനോട് മാത്രം ചോദിക്കുക. സഭയിൽ നാളുകളിൽ ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടിയാ. പരിശുദ്ധാത്മാവിന് പുതിയൊരു ബന്ധക്കുസ്ത വീണ്ടും ഉണ്ടാകണം. ആത്മീയസഭയിൽ ഒരു പ്രാവശ്യം മാത്രമല്ല അനോയിന്റിങ് നടന്നത്, അത് തുടർന്ന് പലതവണ നടക്കുന്നത് കാണാൻ പറ്റും. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വന്നത് പെന്തക്കോസ്ത് സമാഗതമായപ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ തീനാളങ്ങൾ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 30-31 അവിടുത്തെ പരിശുദ്ധദാസനായ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണോദ്ധേരത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധമായി വീണ്ടും പൂരിതരായി. അപ്പോസ്തലന്മാർക്ക് വീണ്ടും അഭിഷേകം കൊടുക്കുക. അതെ, ഇതൊരു പ്രാവശ്യം മാത്രമല്ല,
വേഗം വീണ്ടും വീണ്ടും അഭിഷേകം കിട്ടണം. അപ്പോഴാണ് പൂർണ്ണ ധൈര്യം കിട്ടുന്നത്. അവിടെ പരിശുദ്ധ അഭിഷേകം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു ധ്യാനം മാത്രം കൂടി പോരത്, കൂടി പ്രാർത്ഥിക്കണം. സഭയിലേക്ക് എന്നും പോകണം, എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ആ കുർബാനയുടെ ജീവിതത്തിലേക്ക് കയർന്നു വരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്ന അതിശക്തമായ അനുഭവം ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ 16 മുതൽ വചനം പറയുക, എൻ്റെ നാമത്തിൽപ്പെടെ അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുന്നു അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. അനന്യാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, അനന്യാസ് അഭിഷേകമുള്ള പരിശുദ്ധാത്മ നിറഞ്ഞവനാണ് അനന്യാസ്. അഭിഷേകം വെളിപ്പെട്ടതാണ് അവനിൽ. സഭയിലെ ശ്രേഷ്ഠനാണ്. അവിടെ വേറെ അറിയില്ല. അവിടെ പല അപ്പസ്തോലന്മാർ അവിടെയുണ്ട്. പത്രോസുണ്ട്, യാക്കോബ്, യോഹന്നനൊക്കെ ജെറുസലേമിൽ ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ പറയും അവൻ അഭിഷേകം ആരെങ്കിലും മതി, അനോയിന്റിംഗ് ഉള്ള ആരെങ്കിലും, സഭയുടെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി മതി അവനെ അഭിഷേകം ചെയ്യാൻ. അനന്യാസിനെയാണ് അതിനുവേണ്ടി ദൈവം നിയോഗിക്കുന്നത്. അഭിഷേകമുള്ളവർക്ക് അഭിഷേകം കൊടുക്കാൻ പറ്റും. അനന്യാസ് ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗ്ഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നു. നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടനെ തന്നെ ചെതുമ്പല് പോലെ എന്തോന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണു. പഴയ നിയമത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം. അവിടെ വെച്ച് തോബിത്തിൻ്റെ കണ്ണുകളിലേക്ക് മത്സ്യത്തിൻ്റെ ആ ഭാഗം അത് ചെയ്യുമ്പോൾ സമയം നമുക്കറിയാം, അവൻ്റെ ചെതുമ്പല് പോലെ എന്തോന്ന് അവിടുന്ന് പോകുന്നു കാണാൻ പറ്റുമേ. പ്രൈസ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണാം, വലിയ സംഭവം കാണാം. ഇതുപോലെ ഇവിടെയും സംഭവിക്കുന്നു. ഇതിവിടെ കണ്ടുമുട്ടുന്ന അവിടെ പരിശുദ്ധമായ പ്രവർത്തനം ഉണ്ടാകുകയാണ്. കണ്ണ് തുറക്കുന്നു പരിശുദ്ധാത്മാവേ, അന്ധത മാറ്റിയവൻ്റെ. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ കൈവെക്കുമ്പോൾ നമ്മുടെ അന്ധത മാറുന്നുണ്ട്. അവിശ്വാസമൊക്കെ പോകാൻ നല്ലൊരു അഭിഷേക പ്രാർത്ഥന, അഭിഷേകമുള്ള കരം നമ്മുടെ തലയിൽ വയ്ക്കപ്പെട്ടാൽ മതി. അഭിഷേകമുള്ള കരങ്ങൾ സഭയിലേക്ക് കൂടട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനേകം അനന്യാസമാർ സഭയിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായ അനന്യാസമാരുണ്ടാകട്ടെ. അപ്പോൾ സൗൾ എന്ന് പറയുന്നവൻ്റെ തലയിൽ കൈവെക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് തൂക്കി അങ്ങോട്ട് അടർന്നു വീണു, കാഴ്ചയുണ്ടായി. എല്ലാം കാണാം. അപ്പോൾ ഉൾക്കാഴ്ചയും ബാഹ്യമായ കാഴ്ചയും രണ്ടും കെട്ടി. പരിശുദ്ധാത്മാവിന് ആത്മത്തിന് അത് കൊടുക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ബാഹ്യമായ കണ്ണുകളും തുറന്നു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. ഈ സമയത്ത് അരൂപി നിറയാതെ വേറെ നടക്കില്ല. അരൂപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ പൗലോസ്ലീഹയുടെ മാനസാന്തരമല്ല, അത് പരിശുദ്ധാത്മാവിലേക്ക് കൊടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. പെന്തക്കോസ്ത് ദിനം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ തിരുനാളാണ്. നമ്മൾ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലായി തീരണം. പിന്നീട് കാണാം പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് തന്നെ, ഒരു വ്യക്തി എന്നപോലെ പൗലോസ്ലീഹയെ പിന്തുടരുന്നത്, കൂടെ പോകുന്നത് കാണാൻ പറ്റുമേ. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 2-3 വചനം, അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സൗളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തി ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. വീണ്ടും കൈവെപ്പ് നടക്കുന്നുണ്ട്. പൗലോസ്ലീഹയ്ക്ക് പലതവണ പ്രാർത്ഥന പൗലോസ്ലീഹ വാങ്ങിക്കുന്നുണ്ട്. അവന് വീണ്ടും വീണ്ടും അഭിഷേകമുള്ള കരങ്ങൾ അവൻ്റെ മേൽ വയ്ക്കപ്പെടുമ്പോൾ അവൻ വീണ്ടും അഭിഷേകത്തിലേക്ക് എത്തുന്നു. അതാണ് നമ്മളൊക്കെ ധ്യാനത്തിൽ വീണ്ടും വീണ്ടും ധ്യാനം വന്ന് കൂടിയിട്ട് അഭിഷേക പ്രാർത്ഥന മേടിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ വീണ്ടും ആ പരിശുദ്ധാത്മ ശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി അത് ശക്തമായിട്ട് അവനിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുകയാണ്. വീണ്ടും പോയി സുവിശേഷത്തിന് വലിയ സാക്ഷ്യം വഹിക്കുന്നത് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യും. പിന്നെയാണ് അവൻ്റെ അറിവും പഠനവും എല്ലാം അഭിഷേകമായി മാറാൻ കാരണം അവൻ നയിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നതല്ല, വാക്കുകളല്ല പ്രധാനപ്പെട്ടത്. ആ വാക്കുകളുടെ പിന്നിൽ പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവും. എൻ്റെ വാക്കുകൾക്ക് ജീവനും അല്ലെങ്കിൽ അതിന് ജീവൻ കൊടുക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയുണ്ട്. ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മൾ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് നയിക്കുന്ന അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടത് ഈ നാളുകൾ വേണ്ട വേറൊന്നുമില്ല. നമുക്കെല്ലാവർക്കും വേണ്ട പരിശോധന ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ, ദൈവ കൃപകൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ദിനം പ്രതി നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അവിടെ പൗലോസ്ലീഹയ്ക്ക് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വചനമുണ്ട്. ഒരു പൈശാചിക ബന്ധനമുള്ള അല്ലെങ്കിൽ ഒരു ദുഷ്ടാരൂപി നിറഞ്ഞ ഒരു മകളിൽ ആ ദുഷ്ടാരൂപിയാണ് കണ്ടുപിടിക്കാൻ കാരണം പൗലോസ്ലീഹയിൽ
ഉന്നതത്തിൽ നിന്നുള്ള ഒരു ശക്തി മിന്നലുള്ളി വന്ന് പതിച്ചിട്ടുണ്ട്. കവിപ്പിലൂടെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക. നമുക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ചൊരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വലിയ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെ ഞങ്ങളുടെ പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ ഇവൾ പ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. തലക്ഷണം അത് പുറത്തുപോയി. കാരണം പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ വരുമ്പോഴാണ് ദുഷ്ടാരൂപികൾ ഉള്ളിൽ നിന്ന് പോകുന്നത്. അനേക ഹൃദയങ്ങളിൽ ഇരിക്കുന്ന ജീവിതങ്ങളിൽ പൈശാചിക ശക്തികൾ വിട്ടുപോകാത്തതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്വരങ്ങൾ നമ്മളോട് വരാത്തതുകൊണ്ടാണ്. അഭിഷേകം കുറവാണ്. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഈ പെന്തക്കോസ്താ ദിനത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ പൗലോസ്ലീഗയിൽ, പത്രോസ്ലീഗയിൽ, യാക്കോസ്ലീഗയിൽ, യോഹന്നാൻസ്ലീഗയിൽ ഒക്കെ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് നിറയട്ടെ. അവരിൽ ചേഞ്ച് കാണും. ഒരു വേറിട്ട ജീവിതങ്ങളായിട്ട് മാറും. സഹിക്കുന്നതിനോ യേശുക്ക് സാക്ഷ്യം വയ്ക്കുന്ന യാതൊരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് ജീവിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അവർക്ക്. കാരണം അവരെ നിയന്ത്രിക്കുന്നവരെ നയിക്കുന്നവരെ അതിൽ നിറഞ്ഞിരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ നീങ്ങുന്നൊരു ജീവിതമായിട്ട് മാറുന്നു. പിന്നെ തിരുവചനം നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വചനം ഭയങ്കര പവർഫുള്ളാണ്. പൗലോസ്ലീഹായെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് അറിവല്ല. പൗലോസ്ലീഹ പറയും, എൻ്റെ അറിവല്ല ഇത് നടക്കുന്നത്. അറിവൊക്കെ പൗലോസ്ലിയുടെ അറിവ് ഭയങ്കര ഒരു അറിവ്, എന്ത് കഴിവ്. പൗലോസ്ലീഹ അറിവിലല്ല, അതിൻ്റെ പിന്നിലുള്ള വ്യക്തി ഏതാണ്, ആ വാക്കുകളുടെ പിന്നിലുള്ള വ്യക്തി. ഞാനും നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ സംസാരിക്കുന്നൊരു വ്യക്തി, എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്ന, അതാണ് പരിശുദ്ധാത്മാവ്. അതായിരിക്കണം. പൗലോസ്ലീഹയിൽ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നത്. പൗലോസ്ലീഹ അല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വചനം പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോട് കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. പൊതുസ്ഥലത്ത് മാത്രമല്ല, വീട് തോറും പോയിട്ടും വചനം കൊടുക്കുന്നു. കാരണം പരിശുദ്ധമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാതുറന്ന് വചനം പ്രസംഗിക്കാം. വാതുറന്ന് വചനം പ്രസംഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണ്ടവെന്ന് അറിയാത്തതുകൊണ്ടാണല്ലേ. ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷി നൽകി. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരങ്ങളിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തീരുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് നിന്നുകൊണ്ട് പറയുക, ഇതേ വരാൻ പോകുന്ന ബന്ധനങ്ങൾ, പീഡനങ്ങളെല്ലാം മുൻകൂട്ടി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ ബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഉണ്ടോ? ജെറുസലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നവരൊക്കെ ഒരു അവനത് അനുഭവിക്കുക. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ മുതൽ അവന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാം, പരിശുദ്ധാത്മാവിനെ സംസാരിക്കാം, അവനോടും സംസാരിക്കാം. അവനെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഒരു വലിയൊരു എന്തൊരു സംഭവം അല്ലേ. ആ ഒരു ഭയങ്കര അഭിഷേകം ഇന്ന് ഈ തലമുറയിൽ സംഭവിക്കട്ടെ. എല്ലാവരിലേക്കും ഒടുക്കാൻ പ്രാർത്ഥിക്കാം. ദാഹിക്കാം, നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാം, വിളിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. കടന്നു വരണമേ. വലിയൊരു പരിവർത്തനം അതിന് സംഭവിക്കുന്നു. ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നു പരിശുദ്ധാത്മാവ്. നോക്കി, സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് അവിടെ വസ്ത്രങ്ങൾ എടുത്ത് മാറ്റിവെച്ചവനാണ് ശരിക്കും പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ കയ്യിലാണ് സൂക്ഷിച്ചിരുന്നത്. വചനം പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 58 മുതൽ 60 വരെ അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂളെന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയിട്ടാണ് ഇവർ സ്തെഫാനോസിനെ കല്ലെറിയുന്നത്. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ കല്ലെറിയുമ്പോൾ അതിൽ കൂട്ടു നിൽക്കുന്ന ക്രിസ്തു ശിഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് നോക്കി നിൽക്കുന്ന ഒരു കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്നവനാണ് സൗൾ. പക്ഷെ അവൻ മുഴുവൻ മാറിയവൻ യേശുവിന് മരിക്കാൻ തയ്യാറാണ്. അതൊരിക്കലും അവൻ്റെ കഴിവല്ല, അവനിൽ ഒരാൾ നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശരിക്കുമുള്ള കൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് സംഭവം ഉണ്ടത്. അത് വേണ്ടവണ്ണം എന്നിൽ നിങ്ങൾ നിറയുന്നുണ്ടോ എന്ന് നോക്കുക, പരിശോധിക്കുക. അത് നിറയാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനവും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ വരുന്നത്. ഈ ആലയത്തിൽ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും വരുന്നത് വേറൊന്നുമില്ല, പരിശുദ്ധം നിറയാനാണ്. ആ ഒരു ശക്തി, ആ വ്യക്തി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ
അവനെല്ലാം മനസ്സിലാകുന്നു, തിരിച്ചറിയാൻ പറ്റുന്നു. പൈശാചികശക്തികളൊക്കെ ബന്ധിക്കുന്നത് കാണാൻ പറ്റും, പൗലോസ്ലീഹ ബഹിഷ്കരിക്കുന്നത് കാണാൻ പറ്റുമേ. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവാണ് അവനിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 9-10 വചനം, പൗലോസ് എന്ന് എന്നുകൂടി പേരുണ്ടായിരുന്ന സൗളാകട്ടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ച് നോക്കിപ്പോ, സാത്താൻ്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്ന നീ വിരമിക്കുകയില്ലേ? ഇതാ കർത്താവിൻ്റെ കര ഇപ്പോൾ നിന്റെ മേൽ പതിക്കും, നീ അന്ധനായിത്തീരും. കുറേ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു. നോക്കിയ ഒരുത്തിനെ ബന്ധിക്കുന്നുണ്ട്, പൗലോസ്ലീഹ ബന്ധിക്കുന്ന കണ്ടില്ലേ? പിശാചബാധ ഒരു മന്ത്രവാദിയാണ്, ബന്ധിക്കുന്നത് കാണാം. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളവനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. ഒറ്റ നിമിഷം കൊണ്ട് അവൻ അന്ധനായി തീർന്നു. സാത്താൻ്റെ സന്താനമേ ഒക്കെ തിരിച്ചറിഞ്ഞു, അവന് പ്രവർത്തിക്കുന്ന രൂപം തിരിച്ചറിഞ്ഞു. ആ ഉക്കണ രൂപം നിറഞ്ഞ പൗലോസ്ലീഹ വിശ്വസ്തനായിരുന്നു. അഭിഷേകം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരിക്കലും അവൻ ഒരുപാട് പീഡനങ്ങൾ, ഒറ്റപ്പെടലും എല്ലാം ഉണ്ട്. ഈശോയ്ക്കുണ്ടായ അതേ സകല പീഡാനുഭവങ്ങൾ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപമാനവും നിന്ദനവും പരിഹാസം ഒറ്റപ്പെടലും കല്ലേറുകളും ഒക്കെ അനുഭവിച്ചിട്ടും അവന് ക്രിസ്തു സാക്ഷ്യം വഹിക്കുന്ന അവനല്ല, അവനിലൊരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദങ്ങളായിട്ടല്ല, പരിശുദ്ധാത്മാവായിട്ട് തന്നെ നമ്മൾ മാറണം. നമ്മൾ തന്നെ ഒരു ഹലൂസിനേഷൻ അല്ല ഇവിടെ, നേരെ മറിച്ച് അത് ശരിക്കും ജീവിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അത് നമ്മിലേക്ക്, ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈശോ പറയുന്ന അപ്പോസ്തല പ്രവർത്തനം 1:4-5 വചനം, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കേട്ട് കാത്തിരിക്കുകയും. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിൻ്റെ ഈ കൺവെൻഷന്, കൃപാഭിഷേകത്തിൻ്റെ കൺവെൻഷൻ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വരട്ടെ. നിങ്ങളുടെ ദിനങ്ങൾ നിങ്ങൾ തീഷ്ണമായിട്ട് ഇതിൽ പങ്കെടുക്കുക, ആഗ്രഹിക്കുക, ഒരുങ്ങുക. ഈ സംഭവം ഉണ്ട്. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാഭിഷേകം കിട്ടിയ ഒരാൾ എൻ്റെ നിലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നിലുണ്ടായ ഒരു ചേഞ്ച് എനിക്കറിയാം. അപ്പം ആ ചേഞ്ച് നമുക്കെല്ലാവർക്കും സംഭവിക്കട്ടെ, അത് സ്വീകരിക്കാൻ നമുക്കിടയാകട്ടെ. അതിൻ്റെ ഒരുങ്ങട്ടെ, ഹൃദയം തുറക്കട്ടെ. ഉന്നതത്തു നിന്ന് വരുന്നൊരു പ്രകാശം, സ്വർഗത്തു നിന്ന് വരുന്ന പ്രകാശം ആത്മാവിലേക്ക് പതിയട്ടെ. പതിഞ്ഞു കഴിയുമ്പോൾ പൈശാചിക ശക്തികൾ, ബന്ധനങ്ങൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ, നിരാശ എല്ലാം നമ്മെ വിട്ടുവയ്ക്കുള്ളേ. സ്തുതിക്കാം ഒരു നിമിഷം. എല്ലാവരും സ്തുതിക്കുന്നു, ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, സ്തുതിക്കുന്നു, 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 സ്തുതി ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന ദൈവമേ, സ്തുതിക്കുന്നു, ദൈവമേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭയഭക്തിയോടെ നമുക്കിപ്പോൾ നടത്തപ്പെടുന്ന ഈ ഡെലിവറൻസിൻ്റെ, സൗഖ്യത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ ആരാധനയിൽ നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, അങ്ങനെ പൗലോസും ശീലാസും തടവറയിൽ കടന്നപ്പോൾ അവരങ്ങനെ സ്തുതിച്ചു, അതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത്, ഈ ആരാധനയിൽ പങ്കെടുത്ത് സൗഖ്യം പ്രാപിക്കാം. ഈ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളുടെ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധം പെയ്തിറങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Hallelujah, 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 Hallelujah. യേശുവേ സ്തുതിക്കുന്നു, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, ആരാധന, 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 ആരാധന.
നിന്നെ പോലെ സ്നേഹിച്ചിടാൻ പാവതില്ല ആർക്കുമേ. ജീവനേ സത്യമേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. ജീവനേ സത്യമേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. ഉയർത്തി വിശ്രമിച്ചു. ആരാധന 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 പരിശുദ്ധ കുർബാനെ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാനെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാ ബന്ധനങ്ങളും കെട്ടുകഴിക്കണമേ. എല്ലാ കെട്ടുകളും ബന്ധനടിയട്ടെ. ഹാലലുയ സ്തുതിക്കുന്ന ഈ സമയത്ത് പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ എല്ലാം അഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധനാവേ 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 ഞങ്ങൾ നിറയണേ. പരിശുദ്ധനാവേ പരിശുദ്ധനാവേ ഞങ്ങളുടെ മനസ്സിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ, ഹൃദയത്തിലെല്ലാം നിറയണം. പരിശുദ്ധനാവേ ഞങ്ങളുടെ ശരീരത്തിൽ നിറയണേ. പരിശുദ്ധനാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ഞങ്ങളടിച്ചു പാടാം. അഭിഷേകം പരിശുദ്ധനാവേ ബന്ധനമഴിയട്ടെ. കെട്ടുകപൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകപൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകപൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകപൊട്ടട്ടെ. യേശുനാമത്തിൽ വിശ്വരക്തത്താൽ യേശുനാമത്തിൽ വിശ്വരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ. കെട്ടുക പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ 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 ഉച്ചരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ സകല കെട്ടുകൾ അടിക്കണേ. ബന്ധനം അടിക്കണേ. സ്തുതിക്കുന്നു. ആരാധന 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 ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശ്വരനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശ്വരനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സേറാഫീങ്ങൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകളും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല
ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി ആരാധന. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പ്രകടിച്ച് ശക്തിയോടെ ജീവിതത്തോടെ പവർ പവർ അഭിഷേകം അഭിഷേകം. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം ഹല്ലേലൂയ 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 ജീസസ് നെയിം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കട്ടെ, ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സർവ്വപൈശാചികതകളും വിട്ടുപോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തു നാമത്തിൽ മത്തായി 16:16 കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ, ഈ സ്ഥലത്ത് ദൈവമക്കളിൽ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളോട് കൽപ്പിക്കും, ഞങ്ങൾ വിട്ടുപോകുക. ഞങ്ങളുടെ ശരീരത്തിൽ, മനസ്സിലാത്മാവിൽ, ഹൃദയത്തിൽ, ചിന്തകളെല്ലാം പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളോട് കൽപ്പിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. കൈകളടിച്ച് പാടാം. ഭാഷ പരിശുദ്ധമാവേ പറന്നിറങ്ങണമേ, അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധമാവേ പറന്നിറങ്ങണമേ, അഭിഷേകം ചൊരിയണമേ. എല്ലാവരും പരിശുദ്ധമാവേ പറന്നിറങ്ങണമേ, അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധമാവേ പറന്നിറങ്ങണമേ, അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധമാവേ പറന്നിറങ്ങണമേ, അഭിഷേകം ചൊരിയണമേ. സർവബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. രക്തത്താൽ കെട്ടുകൾ അടിയട്ടെ. പാപം, രോഗ, പൈശാചിക പീഡകളെല്ലാം വിട്ടുപോട്ടെ. കൈകളടിച്ച് പാടാം. അഭിഷേകം അഭിഷേകം പരിശുദ്ധ അഭിഷേകം അഭിഷേകം. കൃപയാലേ കൃപയാലേ കൃപയാലുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുമ്പോ ബലഹീനതയിൽ ബലമേകി
കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ തടസ്സങ്ങളെല്ലാം മാറിപ്പോകും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവാരൂപിയെ, ബന്ധനങ്ങൾ അഴിക്കണമേ, തടസ്സങ്ങൾ അഴിക്കണമേ, കെട്ടുകൾ പൊട്ടിക്കണമേ. ഓരോ കുടുംബത്തിലുമുള്ള ഓരോ മകളിലുമുള്ള അസ്വസ്ഥകളെല്ലാം മാറ്റിത്തരണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവേ സഹായിക്കണം. പരിശുദ്ധാത്മാവേ വഴി നടത്തണം. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങളെ കൈപിടിച്ച് നടത്തണം. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണം. പരിശുദ്ധാത്മാവേ ദുഷ്ടാരൂപിയുടെ പിടിയിൽ മോചിപ്പിക്കണം. പരിശുദ്ധാത്മാവേ രോഗശാന്തികൾ കൊടുക്കണം. അവിശ്വാസം മാറ്റണം. അന്ധത മാറ്റണം. ഞങ്ങളുടെ അന്ധത മാറ്റണം. പൗലോസ്ലീഹായുടെ മേൽ പെയ്ത ആ അഭിഷേകം ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. പൗലോസ്ലീഹായുടെ മേൽ വന്ന ആകാശത്ത് നിന്ന് മിന്നലൊളി അപരിശുദ്ധാത്മാവാകുന്ന പ്രകാശം ഇപ്പോൾ എല്ലാ മക്കളെയും തലയിലേക്ക്, ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് പെയ്തിറങ്ങട്ടെ. ഈ സമയത്ത് നിലംപതിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. അന്ധകാരം മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിന് ശക്തിയുള്ളത് കൈകളടിച്ച് അഭിഷേകത്തോടെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിഷയപ്പെടട്ടെ. കരങ്ങൾ വീശി ആരാധിക്കുക. അനഹമാരുടെ വിശുദ്ധരോട് ചേർന്ന് പന്ത്രണ്ട് അപ്പസ്തോലന്മാരോട് ചേർന്ന് തിരുസഭയിലെ എല്ലാ വിശുദ്ധരോട് ചേർന്ന് സ്തുതിച്ചാരാധിക്കുക. പരിശുദ്ധമാവേ സഹായിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. തടസ്സം കഴിഞ്ഞു പോകട്ടെ. ഈ സമയത്ത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിമഴ എല്ലാ ദൈവമക്കളുടെ മേൽ പെയ്തിറങ്ങണം. തിരുസഭ മുഴുവൻ്റെ മേൽ, ലോകരാജ്യങ്ങളിലേക്ക്, ദൈവത്തിന്റെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങണം. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങ് വണങ്ങുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ. ആദ്യ പെന്തക്കോസ്ത് അനുഭവം തരണമേ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ, സുവിശേഷത്തിന് സാക്ഷികളാകാൻ ഞങ്ങൾ അഭിഷേകം തന്നെ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ കണ്ണുകളിൽ, ഞങ്ങളുടെ ചെവികളിൽ, ഞങ്ങളുടെ നാവിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ഞങ്ങളുടെ ശരീര അവയവങ്ങളിൽ, മനസ്സിന്റെ എല്ലാം, ബുദ്ധിയിൽ, ഓർമ്മകളെല്ലാം ഞങ്ങളുടെ അറിവിലെല്ലാം പരിശുദ്ധാത്മാവേ കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വചനത്തിന്റെ ദാഹം തന്നെ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവേ ഞങ്ങൾ കൂടെ വസിക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ നടക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങൾ സംസാരിക്കണം. പരിശുദ്ധാത്മാവേ അങ്ങ് കേൾക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവേ വീണ്ടും ഒരു അഭിഷേകം, വീണ്ടും ഒരു സ്നാനം, വീണ്ടും ഒരു സ്നാനം സഭയിലേക്ക് കൊടുക്കട്ടെ. വീണ്ടും ഒരു സ്നാനം, പരിശുദ്ധാത്മ സ്നാനം എല്ലാ മക്കളുടെ പേരും പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.
എല്ലാവരും ചേർന്ന് ആഗ്രഹിക്കണം. Come Holy Spirit, 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 ഭാഷവരെ ശ്രദ്ധിക്കണം. ഭാഷവരെ ഉപയോഗിച്ച് രണ്ട് കരങ്ങളെ ശ്രദ്ധിക്കണം. മുട്ടുവേദന ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ സമയത്ത് ആസ്വദിക്കണം. ഹല്ലേലൂയ, Hallelujah.